നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതക കേസിന്റെ ചുരുളഴിയുന്നു. പിന്നീട് ആ കേസിൽ പ്രതി പിടിയിലാകുന്നു. കാസർഗോഡ് അമ്പലത്തറയിൽ 15 വർഷം മുൻപ് നടന്ന ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ദളിത് പെൺകുട്ടിയുടെ കൊലപാതക കേസിൽ പ്രതിയെ ക്രൈംബ്രാഞ്ച് പിടികൂടിയിരിക്കുന്നു. DNA തെളിവുകളാണ് കേസിൽ നിർണായകമായത്. 2011 സംസ്കരിച്ച അജ്ഞാത മൃതദേഹത്തിലായിരുന്നു പരിശോധന. പാണത്തൂർ സ്വദേശിയായ കരാറുകാരൻ ബിജു പൗലോസ് ആണ് കേസിലെ പ്രതി. കാസർഗോഡ് അമ്പലത്തറ സ്വദേശിനിയായ പെൺകുട്ടിയെ 17-കാരിയെ 2011 കാണാതാവുന്നത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, 2011 ഈ അമ്പലത്തറ സ്വദേശിനിയായ 17-കാരിയെ കാണാതായി. പിന്നീട് പോലീസ് കേസ് ആ തിരോധാനവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചതാണ്. പക്ഷേ ഇതുവരെയും, അതായത് 15 വർഷത്തോളം യാതൊരു തുമ്പും ഉണ്ടാകാത്ത കേസിൽ എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന് ഈ പ്രതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു തിരോധാനം, അതും ദളിത് പെൺകുട്ടിയുടെ തിരോധാനം. ഇതിലാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രതി പിടിയിലാകുന്നത്. അത് തന്നെയാണ് ഈ കേസിനെ ഏറ്റവും പ്രാധാന്യം അർഹിപ്പിക്കുന്നതും. അതായത് വളരെ പാവപ്പെട്ട ഒരു കുടുംബം, ഒരു ദളിത് കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിലൊരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. ഈ ബിജു പൗലോസ് എന്ന് പറയുന്നയാൾ കാഞ്ഞങ്ങാട് ഒരു CCTV ഒരു പരിശീലന കേന്ദ്രം നടത്തുന്ന ഒരാളായിരുന്നു നേരത്തെ. ഇയാൾ വലിയ കരാറുകാരനുമൊക്കെയാണ്, വലിയ പണ സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. ഹൈക്കോടതിയുടെ ഇടപെടലാണ്, 2 വർഷം മുൻപ് നടന്ന ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. ഈ ബിജു പൗലോസിന് നേരത്തെ തന്നെ കുടുംബത്തിന് സംശയമുണ്ടായിരുന്നു. ഇതിൽ നിരവധി തവണ ഇയാളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ഹാജരാകാത്ത സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഹൈക്കോടതി ഇത്തരത്തിൽ കർശനമായ നിർദ്ദേശം നൽകുകയായിരുന്നു ഈ ബിജു പൗലോസിനെ ചോദ്യം ചെയ്യണമെന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ ശാസ്ത്രീയമായ തെളിവുകളുമാണ് ഒടുവിൽ ഈ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. അതായത് ഈ DNA പരിശോധന അതിൽ നിർണായകമാവുകയായിരുന്നു. ഇയാൾ പുഴയിൽ തള്ളി, ഈ കുട്ടിയെ കൊലപ്പെടുത്തി പുഴയിൽ തള്ളിയെന്നാണ് നേരത്തെ മൊഴി നൽകിയിരുന്നത്. അവിടെ നേരത്തെ ഒരു അജ്ഞാത മൃതദേഹം സംസ്കരിച്ചിരുന്നു. അത് സംശയം തോന്നിയ പോലീസ് ഈ മൃതദേഹം പരിശോധിച്ചപ്പോഴാണ് അത് ഈ പെൺകുട്ടിയുടേതാണെന്ന് തിരിച്ചറിയുകയും പിന്നീട് ഈ രീതിയിൽ IG ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തുകയും അവർ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ഒടുവിൽ പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഈ കുട്ടി, നഴ്സറി ട്രെയിനിങ്ങിനാണ് ഈ കുട്ടി 15 വർഷങ്ങൾക്ക് മുൻപ് കാഞ്ഞങ്ങാട് നഗരത്തിലെത്തുന്നത്. പിന്നീട് ഈ ബിജു പൗലോസുമായി ഇവർ പരിചയത്തിലാവുകയായിരുന്നു, അടുപ്പത്തിലാവുകയായിരുന്നു. ഇയാൾ വാടകയ്ക്കൊരു വീടെടുക്കുകയും ഈ അമ്മയെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും അവിടെ ആദ്യം നിർത്തിക്കുകയായിരുന്നു. പിന്നീട് ഈ അമ്മയെ ഇവിടെ നിന്നും ഒഴിവാക്കി ഈ പെൺകുട്ടിയെ നിരന്തരം ലൈംഗികമായി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. SP ഉൾപ്പെടെ IG ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ്. നിരന്തരമായി പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിലേക്ക്, ഒടുവിൽ വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പോഴാണ് ഇങ്ങനെ ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകം നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചതും. ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ പിന്നീട് ഇയാൾ കൊലപ്പെടുത്തുകയും അവസാനം പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പുഴയിൽ ഈ മൃതദേഹം തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് 15 വർഷമായി ഈ പ്രതിയെ സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇയാളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഇയാൾ വലിയ പണം സ്വാധീനമൊക്കെ ഉപയോഗിച്ച് നേരത്തെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്വാധീനിച്ച് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ പ്രതി 15 വർഷത്തിന് ശേഷം, അതായത് 2010 ജൂൺ 6-നാണ് ഈ പെൺകുട്ടിയെ കാണാതായത് സംബന്ധിച്ച് അമ്പലത്തറ പോലീസിൽ കുടുംബം പരാതി നൽകുന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇയാൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇയാളെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഏറ്റവും ഒടുവിലായി ഇയാൾ ഇത് സമ്മതിച്ചിരിക്കുന്നു. ഈ പെൺകുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയതെന്നും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചതോടുകൂടി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും പിന്നീട് ഈ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും ഒരു ദളിത് കുടുംബത്തിൽ നിന്നും വലിയ പ്രതീക്ഷയോടെ, വലിയ മോഹത്തോടുകൂടി കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് വന്ന, മലയോര മേഖലയിൽ നിന്നും കാഞ്ഞങ്ങാടേക്ക് വന്ന ഒരു പെൺകുട്ടിക്കാണ് ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു ഇത്തരത്തിൽ പീഡനമേൽക്കേണ്ടി വന്നതും ഏറ്റവും ഒടുവിൽ ഈ കുടുംബത്തിന് അത്താണിയാവേണ്ട ബൈജു, അതോടൊപ്പം അറിയേണ്ടത്, എന്തിനാണ് ഇയാൾ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്? ഇരുവരും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും ഈ പ്രതി പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇതോടൊപ്പം അറിയേണ്ട മറ്റൊരു കാര്യം, ഈ പ്രതിയെ ഏതെങ്കിലും ഘട്ടത്തിൽ, ഈ പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഘട്ടത്തിൽ
പ്രതിയെക്കുറിച്ച് പോലീസിന് സംശയമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ പോലീസ് കൃത്യമായി ഇയാളെ നിരീക്ഷിച്ചിരുന്നോ? പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴൊന്നും ഇയാൾ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ പോലും തയ്യാറാത്ത ഒരു സാഹചര്യമാണ്. അത്രത്തോളം വലിയ സ്വാധീനമുള്ള സാമ്പത്തികമായി ഉന്നത നിലയിൽ കഴിയുന്ന ഒരാളാണ്. ഇയാൾ ഒരു കരാർ ജീവനക്കാരൻ കൂടിയാണ്, കരാർ തൊഴിലാളി കൂടിയാണ്. അതോടൊപ്പം നിരവധി സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇയാൾക്ക്. ആ പണസ്വാധീനവും മറ്റും ഉപയോഗിച്ചാണ് ഈ കേസിൽ നിന്നും ഇയാൾ ഇത്രയും, അതായത് നീണ്ട വർഷം 15 വർഷം ഇയാൾ ഇതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എങ്കിലും ഇതിൽ ഒരു ഏറ്റവും ഒടുവിൽ ഈ തെളിവ് അത് ഏറ്റവും പ്രധാനമാണ്. ഈ മൃതദേഹം ഇത്തരത്തിൽ അജ്ഞാത മൃതദേഹം എന്ന രീതിയിൽ സംസ്കരിച്ച ആ മൃതദേഹത്തിന്റെ കൃത്യമായ അത് പരിശോധന നടത്തി പോലീസ് ആ ശാസ്ത്രീയ തെളിവുകൾ ആദ്യം ശേഖരിക്കുകയായിരുന്നു. അതിനുശേഷം ഇയാളെ ആ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ, അതാണ് നിർണായകമായതെന്ന് പറയേണ്ടി വരും. ആ ഒരു ചോദ്യം ചെയ്യലാണ് ഇയാൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നത്. താൻ ഈ കാര്യത്തിൽ, അതായത് താൻ ഇവിടെ വാടകയ്ക്ക് ഇത്തരത്തിൽ പെൺകുട്ടിയെ ഇവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഈ രീതിയിൽ താമസിപ്പിക്കുകയും നിരന്തരം പീഡിപ്പിക്കുമായിരുന്നു എന്ന വിവരം ഇയാൾ പോലീസിനെ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മാതാവ്, ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇവർ തമ്മിലുള്ള ബന്ധം അത് ഒരുപക്ഷെ അറിയുമോ എന്ന കാര്യത്തിൽ പോലീസിന്റെ ഒരു അന്വേഷണം നടക്കുന്നു. അത് മാത്രമല്ല, ഈ മറ്റാർക്കെങ്കിലും ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇയാൾ കാഴ്ചവെച്ചോ എന്ന ഒരു സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നു. അത് സംബന്ധിച്ചൊക്കെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾക്ക് ഇയാൾ ഈ പെൺകുട്ടി എത്തിച്ചു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് ഏതായാലും ഇന്ന് ഹാജരാക്കും, വൈകിട്ടോടുകൂടി കോടതിയിൽ ഹാജരാക്കും. പിന്നീട് ഇയാൾ കസ്റ്റഡിയിൽ വാങ്ങി അത് വിശദമായ ചോദ്യം ചെയ്ത് അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും ഇയാൾ നിരന്തരം ഈ പെൺകുട്ടിയെ ഇത് പീഡിപ്പിച്ചതായ കാര്യം അറിയേണ്ടത്, ഇത് എങ്ങനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്ന് അറിയണം. എങ്ങനെയാണ് ഈ മൃതദേഹം തള്ളിയത്, തെളിവ് നശിപ്പിക്കാൻ ആരുടെങ്കിലും സഹായമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ടോ, അതോ തനിച്ച് തന്നെ കൃത്യം നടത്തി തെളിവ് നശിപ്പിച്ചു, ഈ മൃതദേഹം ഉപേക്ഷിച്ചു എന്നാണോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? നിലവിൽ ടോമെ, അത്തരത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നൽകുന്ന വിവരം. അതായത് ഇവിടെ ഈ കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് എത്തിയ ഈ നഴ്സിംഗ് പഠനത്തിനായി എത്തിയ ഈ പെൺകുട്ടി ഇവിടുന്ന് ഇയാൾ പരിചയപ്പെടുകയും പിന്നീട് ഈ വാടക വീട്ടിൽ ഇത്തരത്തിൽ സ്വന്തം ഇയാൾ ഏർപ്പാടാക്കിയ വാടക വീട്ടിൽ ഇയാൾ ഇവരെ താമസിപ്പിക്കുകയും അവിടെ നിന്നാണ് ഈ ബന്ധം തുടങ്ങുന്നതും. അതായത് 16 വയസ്സ് മാത്രം പ്രായമാകുമ്പോൾ തന്നെ ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇയാൾ നിരന്തരമായി പീഡിച്ച് ലൈംഗികമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ ഇയാളുടെ ഈ കുടുംബത്തിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ചില വിവരങ്ങളൊക്കെ അറിയാമെന്നാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ചൊക്കെ ഇനി അന്വേഷണം എന്തായാലും നടക്കാനുണ്ട്, കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് അത്തരം അന്വേഷണങ്ങളിലൊക്കെ കടക്കുമെന്നാണ് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നിലവിൽ കൊലപാതകം ചെയ്തത് ഇയാൾ തന്നെയാണ് എന്ന ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് പോലീസിനോട്. കാരണം 15 വർഷമായി പലതവണ ഇയാൾ ചോദ്യം ചെയ്തെങ്കിലും അത്തരം ഒരു കാര്യം ഇയാൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ പെൺകുട്ടി എവിടെ എന്ന ചോദ്യമായിരുന്നു ഉയർന്നത്. വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് പെൺകുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഉത്തരം തേടി വലിയ തോതിൽ പല സംഘടനകളും രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു, എവിടെയാണെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം, അതും അതിക്രൂരമായി ഒരു കൊലപാതകം. സ്വന്തം ഇത്തരത്തിൽ വാടക വീട്ടിൽ ഈ പെൺകുട്ടിയെ അവിടെ നിന്നും കൊലപ്പെടുത്തുകയും പിന്നീട് ആ മൃതദേഹം എടുത്ത് 40 കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു പുഴയിൽ ഇത്തരത്തിൽ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ ഈ നാട്ടുകാർ അവിടെ ഒരു അജ്ഞാത മൃതദേഹം എത്തിയെന്ന ഒരു സംശയത്തോട് അത് സംസ്കരിക്കുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ തെളിവുകൾ ഒന്നുമില്ലാതെ പെൺകുട്ടി എവിടെ എന്ന ഒരു ചോദ്യം നിരന്തരം ചോദിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിന് ഇത്തരത്തിൽ 15 വർഷത്തിന് ശേഷം കുടുംബത്തിന് ഈ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ പെൺകുട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഇയാൾ മറ്റു ആൾക്കാർക്കൊക്കെ ഒരു കാഴ്ചവെച്ചു എന്ന രീതിയിലൊക്കെ പോലീസ് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചും പോലീസിന് കൃത്യമായ ഈ പോലീസിന്റെ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. 16 വയസ്സ് മാത്രം പ്രായമാകുമ്പോഴാണ് ഇത്തരത്തിൽ ഈ കുട്ടിക്ക് വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടത്. 2 വർഷത്തോളം ഈ കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയ ഈ സമയത്തൊക്കെ ഈ രീതിയിൽ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അമ്മ കൂടി ഈ കുട്ടിയുടെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മയെ ഒഴിവാക്കാനായി ഇയാൾ മറ്റൊരു വാടക വീട് ഏർപ്പെടുത്തുകയും അവിടെയാണ്
പിന്നീട് നിരന്തരം ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും കുട്ടി വിവാഹം കഴിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടിയാണ് ഈ കൊലപാതകം ഈ പ്രതി ആസൂത്രണം ചെയ്യുന്നതും ഇത്തരത്തിൽ കൊലപാതകം നടത്തുന്നതും. വ്യക്തമാണ്. 15 വർഷത്തിന് ശേഷമാണ് 17-കാരിയുടെ മരണത്തിൽ വഴിത്തിരിവായിരിക്കുന്നത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതുണ്ട്. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുമ്പോൾ പോലും മറ്റാർക്കെങ്കിലും പെൺകുട്ടിയെ കാഴ്ചവെച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരേണ്ടതാണ്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ യുവാവിന്റെ കൊലപാതകത്തിൽ ബന്ധു ഉൾപ്പെടെ 2 പേർ അറസ്റ്റിൽ. മരിച്ച ജോബിയുടെ സുഹൃത്ത് വിശാഖ്, ബന്ധു റെജി എന്നിവരാണ് പ്രതികൾ. മദ്യലഹരിയിലാണ് ഇവർ ആക്രമണം നടത്തിയത്. രക്തം വാർന്നാണ് ജോബി മരിച്ചതെന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു. റെജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം വിശാഖ് പുറത്തേക്ക് പോയി. പിന്നാലെ ഫോണിലൂടെ അസഭ്യം വിളിച്ചതാണ് പ്രകോപനമായത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ മദ്യപാനത്തിന് ഉണ്ടാകുന്ന തർക്കങ്ങൾ അത് പലപ്പോഴും ഈ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇവിടെ ഒരു യുവാവിനെ ബന്ധുവും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തുന്നു. ഈ ഒരു ഫോണിലൂടെ അസഭ്യം വിളിച്ചത് മാത്രമാണോ പ്രകോപന കാരണം? അതിനപ്പുറം എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടോ? ടോം, സ്വാഭാവികം മദ്യപിച്ചുണ്ടാകുന്ന ഇങ്ങനെ കൊലപാതകങ്ങൾ തന്നെ പലപ്പോഴും ഈ ബന്ധുക്കളായിട്ടുള്ള തർക്കങ്ങളൊക്കെയാണ് പലപ്പോഴും കൊലപാതകമായി ഇപ്പോൾ സമീപകാലത്തെല്ലാം ഇത്തരത്തിൽ അറിയാം. എന്തായാലും പത്തനംതിട്ട വടശ്ശേരിക്കുണ്ടായ കൊലപാതകവും അത്തരത്തിൽ തന്നെയാണ്. ബന്ധുക്കളാണ്, ഒപ്പം ഒരു സുഹൃത്തു കൂടിയുണ്ട്. അതായത് പത്തനംതിട്ട വടശ്ശേരിക്കൽ സ്വദേശിയായ ജോബിയാണ് ഇന്നലെ ബന്ധുവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ജോബിയുടെ ബന്ധുവായ റെജി, അതുപോലെ തന്നെ സുഹൃത്ത് വിശാഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതായത് ഈ ജോബിയുടെ ബന്ധുവായ റെജി ഈ കേസിലെ 2ാം പ്രതിയും വിശാഖ് 1ാം പ്രതിയുമാണ്. എന്തായാലും ഇവർ ഈ ജോബി കഴിഞ്ഞ ദിവസമാണ് ഈ റെജിയുടെ ബന്ധു വീട്ടിൽ വരുന്നത്. തൊട്ടടുത്ത വീട്ടിലെ ഒരു മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് റെജി അവിടെ വരുന്നത്. അതിനുശേഷം രാത്രിയിൽ റെജിയോടൊപ്പം ജോബി അവിടെ വീട്ടിൽ തങ്ങുകയുണ്ടായി. ആ രാത്രിയിൽ ഇവർ മദ്യപിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം. മദ്യപിച്ചതിന് ശേഷം ചില തർക്കങ്ങളുണ്ടായതിനു ശേഷം ഈ വിശാഖ് പോയിരുന്നു. റെജിയും കിടക്കാൻ പോയെന്നാ പറയുന്നത്. പക്ഷേ വിശാഖിനെ ജോബി ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്നു. തുടർന്ന് വിശാഖോട് വീട്ടിലെത്തിയാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ളതാണ്. റെജിയും അതിനകത്ത് പങ്കാളിയാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ 2 പ്രതികളെയും ഇന്നലെ തന്നെ റാന്നി പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. അതിനുശേഷം വിശദമായ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രതികൾ കുറ്റം സമ്മതിക്കുന്നത്. ഇന്നലത്തെ ജോബിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ജോബിയുടെ മരണപ്പെട്ട ശേഷം രാവിലെ ഈ വിവരം നാട്ടുകാരെയും പോലീസിനെ അറിയിക്കുന്ന റെജിയാണ്. ഈ ജോബിയുടെ ബന്ധു തന്നെ റെജിയാണ് പോലീസിനെയും അതുപോലെ നാട്ടുകാരെയും വിവരം അറിയിക്കുന്നത്. തുടർന്നുള്ള അന്വേഷണമായാണ് ആദ്യഘട്ടം തന്നെ റെജിയെ പോലീസിന് സംശയം തോന്നുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്. ഈ 3 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് മരിച്ച ജോബിയും ഒപ്പം 1ാം പ്രതിയായ വിശാഖ്, 2ാം പ്രതിയായ റെജി എന്നിവർ ആണ് വീട്ടിലുണ്ടായിരുന്നവർ. രാത്രിയിൽ ഇന്നലെ ഈ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ട് ജോബി വരുന്നതിന് ശേഷം ഇവർ 3 പേരും മദ്യപിച്ചിരുന്നു. മദ്യപിക്കുന്ന സമയത്ത് ചില തർക്കങ്ങൾ ഉണ്ടായതിനു ശേഷം പിണങ്ങിപ്പോയി. അതിനുശേഷമാണ് വിശാഖിനെ ഫോണിൽ കൂടെ ജോബി അസഭ്യം പറയുന്നെന്ന് പറയുന്നു. അതിന്റെ പ്രകോപനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചെത്തിയാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് ജോബിയുടെ തലക്കിടിച്ച് പരിക്കേൽപ്പിക്കുകയും കൈത്തണ്ടയിൽ ഈ കത്തിവെച്ച് കുത്തി രക്തം വാർന്നുമാണ് ജോബി മരണപ്പെട്ടുള്ളത്. എന്തായാലും വടശ്ശേരിക്കരക്കാരാണ് പ്രതികൾ. റാന്നി പോലീസാണ് ഈ 2 പ്രതികളെയും അറസ്റ്റ്. ആദ്യഘട്ടത്തിൽ വിശദമായി ചോദ്യം ചെയ്യലൊക്കെ നടത്തിക്കണം. കുറ്റം സമ്മതിക്കാൻ ഇവർ സമ്മതിച്ചിരുന്നില്ല. വിശദമായ ചോദ്യം ചെയ്യലിലും പോലീസ് നടത്തിയ അന്വേഷണത്തിലുമാണ് ഇവർ തന്നെയാണ് പ്രതികളെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് ബന്ധുവായ റെജിയും ഒപ്പം സുഹൃത്തായ വിശാഖും അറസ്റ്റിലായിരിക്കുന്നത്. ശശിനാരായണൻ, ഇവിടെ ഈ പ്രതികളായിട്ടുള്ള വിശാഖും റെജിയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. കാരണം ഒരു യുവാവിനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തണമെങ്കിൽ അവരുടെ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിൽ ഇങ്ങനെ കൊലപ്പെടുത്താനുള്ളൊരു സാഹചര്യമുണ്ടോ? അതിനപ്പുറം ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുള്ളവരാണോ ഈ 2 പേരും? പോലീസ് അത്തരം കാര്യങ്ങൾ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ ഇവരെ കുറ്റം സംബന്ധിച്ച് പ്രതികളാണെന്ന്. പക്ഷെ എന്തായാലും മദ്യപാനത്തിനിടയിൽ ഉണ്ടായ ഒരു തർക്കം തന്നെയാണ് കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു. നേരത്തെ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതാണോ ഈ കൊലപാതകം കാരണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ പോലീസ് അത്തരം ഒരു കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാധാരണ മദ്യപിച്ചിട്ടുണ്ടായ ഒരു
വഴക്ക് തന്നായി ഇതിനെ കാണാൻ കഴിയില്ല. അത്തരത്തിൽ കൊലപാതകം നടത്തിയെന്നും പോലീസ് വിശ്വസിക്കുന്നില്ല. ഇവർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നു. നേരത്തെ എന്തെങ്കിലും ഇത് തമ്മിൽ എന്തെങ്കിലും തർക്കമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ അതിന്റെ ഒരു പകപോക്കലാണോ ഈ കൊലപാതകം എന്ന് കൂടി പോലീസ് സംശയിക്കുന്നത്. അത്തരം കാര്യങ്ങൾ വിശദമായ മൊഴി എടുക്കുന്നു. പക്ഷെ എന്തായാലും പ്രതികൾ നിലവിൽ ഈ ഇങ്ങനെയുള്ള കാരണമാണ്, അതായത് വീട്ടിൽ മദ്യപിച്ചിരുന്നു, അതിനുശേഷം തർക്കമുണ്ടായി, ആ തർക്കത്തിന് ശേഷം ഈ വിശാഖരൻ ഒന്നാം പ്രതിയായ വിശാഖ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ആ വിശാഖനെ പിന്നീട് ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞാണ് തിരിച്ചു വന്ന് കൊലപാതകത്തിന് കാരണം. അതിൽ ഒപ്പം കൂട്ടുനിന്നാണ് റെജി, രണ്ടാം പ്രതി റെജിയും ഒപ്പം നിന്നു എന്നുള്ളതാണ്. ഈ ജോബിയുടെ അടുത്ത ബന്ധുവാണ് റെജി. എന്തായാലും അത്തരമൊരു കൊലപാതകത്തിന് ഇവർ ആസൂത്രണം ചെയ്തു. അതായത് രാത്രി തന്നെ വഴക്കുണ്ടാക്കി തന്നെ കൊലപാതകം നടത്തണമെന്നുള്ള തീരുമാനത്തിലാണ് വഴക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു വന്ന് നടത്തിയെന്നുള്ള പോലീസ് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് എന്തെങ്കിലും കാരണങ്ങൾ ഇവർ തമ്മിൽ ഏതെങ്കിലും വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ ഭാഗമായി ജോബിയെ വകവരുത്താനുള്ള ശ്രമമാണോ നടത്തിയെന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കണം. അത്തരം സംശയം കൂടി പോലീസുണ്ട്. അത്തരം ഒരു വിശദമായ ചോദ്യം ചെയ്യൽ ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുക. എന്തായാലും നിലവിലത്തെ കാര്യത്തിൽ ഈ മൊഴി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായി രണ്ടുപേരും കസ്റ്റഡിയിലുള്ള രണ്ടുപേരും മൊഴി പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ് മദ്യപിച്ചുണ്ടായ വഴക്കുണ്ടായ തുടർന്നാണ് ജോബിയെ കൈത്തണ്ടയിൽ കത്തി കൊണ്ട് കുത്തിയതിനു ശേഷം രക്തം പാർന്നാണ് ജോബി മരിച്ചെന്നുള്ളതാണ് നിലവിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ തരത്തിലാണ് പോലീസ് ഇപ്പോൾ. പക്ഷേ വിശദമായ ഒരു അന്വേഷണം മൊഴിയെടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. മറ്റെന്തെങ്കിലും കാലം കൂടി പരിശോധിക്കാനുള്ള ഒരു നടപടി കൂടി പോലീസ് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ തന്നെ ഈ സംഭവം ബന്ധപ്പെട്ട് റെജിയെ കസ്റ്റഡിയെടുത്തത്. പിന്നീടാണ് അതിനുശേഷമാണ് ഒന്നാം പ്രതി വിശാഖനെ റെജിയുടെ മൊഴി അടിസ്ഥാനത്തിൽ കസ്റ്റഡിയെടുത്തത്. ഏതായാലും രണ്ടുപേരെയും ഇന്നലെ മുതൽ ചോദ്യം ചെയ്തതിനു ശേഷമാണ് പ്രതികൾ കുറ്റം സംഭവിച്ചത്. എന്നാൽ രണ്ടുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ടോം, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്തും ബന്ധുവും പിടിയിലായിരിക്കുന്നത്. ED കേസ് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ ED ഉദ്യോഗസ്ഥൻ ഒന്നാം പ്രതി. കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് പ്രതി. ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ പണം ആവശ്യപ്പെട്ടതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ഇന്നലെ 2 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ ഈ കേസിൽ തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെ വിജിലൻസ് എറണാകുളം യൂണിറ്റ് പിടികൂടിയതാണ്. കേസിൽ ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസണും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കൃത്യമായ വിവരങ്ങൾ അടക്കം വിജിലൻസിന് കണ്ടെത്താനും കഴിഞ്ഞതാണ്. കേസിൽ വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ED ഉദ്യോഗസ്ഥന്റെ പേരുണ്ട്. പല കാര്യങ്ങളാണ്. ഇതിനു മുൻപ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുണ്ടോ, കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ, ഇടനിലക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതാണ്. വിജിലൻസിന്റെ നിലവിലെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? കൂടുതൽ ED ഉദ്യോഗസ്ഥർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ടോ ആജ്ഞ? ടോം, കൊച്ചി ED ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് കേസിലെ ഒന്നാം പ്രതി. അതായത് കൊല്ലത്തെ വ്യാപാരിയിൽ നിന്നും അയാൾക്ക് നേരെ 2 കോടി രൂപയുടെ ED ചോദ്യം ചെയ്യാൻ വേണ്ടി 2 കോടി രൂപയുമായി ബന്ധപ്പെട്ടാണ് ED അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുന്നത്. ആ ഒരു ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ നടന്നു. ED അദ്ദേഹത്തെ വിളിപ്പിച്ചത്. പക്ഷേ EDയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റു സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി നൽകാൻ വേണ്ടി തങ്ങൾക്ക് പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 2 ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ ഈ കൊല്ലത്തെ വ്യാപാരിയെ വിളിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം സ്വദേശിയായ വ്യാപാരിയിൽ നിന്നും ഇടനിലക്കാർ വഴിയാണ് ഇവർ പണം കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടത് എന്നാണ് വിജിലൻസ് പറയുന്നത്. ഏറ്റവും സൂചിപ്പിച്ചതുപോലെ മറ്റു പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം. കാരണം വിജിലൻസ് SP അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഈ ഒന്നാം പ്രതി എന്ന് പറയുന്ന ആൾ കൊല്ലത്തെ വ്യാപാരിയുടെ മൊഴി അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR അനുസരിച്ചുള്ള കേസാണ്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് നിലവിൽ ഈ കേസിന്റെ പോക്ക്. പക്ഷേ 3 പേരെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. മറ്റ് ED ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ? പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ
അത്തരത്തിൽ ഈ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ അതിലെ അഴിമതികൾ പുറത്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ആദ്യമായി ഇത്തരത്തിലൊരു കേസിൽ പ്രതിയാകുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ ED-യിലെ മറ്റു ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളാണോ, അതല്ലെങ്കിൽ ഈ ശേഖർ കുമാർ അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്, വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. വിജിലൻസ് SP പറഞ്ഞതനുസരിച്ച് അന്വേഷണത്തിന് ഇനിയും കൂടുതൽ സമയം വേണം, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. അതുപോലെ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം ഉണ്ടായ ശേഷം മാത്രമേ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുള്ളൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ടോം തന്നെ സൂചിപ്പിച്ചതുപോലെ മറ്റ് ED ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ, പക്ഷെ കൂടുതൽ പ്രതികൾ ഈ കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുകയാണ് വിജിലൻസ് ഇപ്പോൾ. ടോം. ആജ്ഞ, ഈ കേസിൽ നിലവിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഒരു പ്രതിയും കൊച്ചിയിലെ ചില ED ഉദ്യോഗസ്ഥരുമായി ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന ചില സൂചനകളുണ്ട്. അതോടൊപ്പം ഇയാളുടെ ഈ ഹവാല ഇടപാടുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കേസിലൊരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ പല ED ഉദ്യോഗസ്ഥരും ഇത്തരം കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിൽ ഈ കൊച്ചിയിലെ ED ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്ത സാഹചര്യത്തിൽ ഇനി അടുത്ത നീക്കം, വിജിലൻസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? ഏജന്റുമാരായ വിൽസൺ, അതുപോലെ തന്നെ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരാണ് ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളത്. ഈ ശേഖർ കുമാറിന് പുറമെ ടോം സൂചിപ്പിച്ചതുപോലെ ഇയാളുടെ ഹവാല ഇടപാടുകൾ, മറ്റ് ED കേസുകളുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഏജന്റുമാരെ വെച്ച് പണപ്പിരിവ് നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ശേഖർ കുമാറിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ വിജിലൻസിന് ലഭിച്ച ശേഷമാണ് വിജിലൻസ് ഈ ശേഖർ കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ അന്വേഷണം ഈ അറസ്റ്റിലായിട്ടുള്ള മറ്റ് രണ്ട് ഏജന്റുമാരായ വിൽസൺ അതുപോലെ മുകേഷ് മുരളി, ഈ രണ്ടുപേരെ അതുപോലെ ഏജന്റുമാരെ വെച്ചിട്ട് തന്നെയാണ് ഇയാൾ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നതെന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേരളത്തിലെ മറ്റു കേസുകളിൽ കൂടി ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതായത് ED ഇത്തരത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള കേസുകളിലൊക്കെ ഈ ഇടപെടലുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം വന്നിട്ടുണ്ട്. ഇയാളുടെ, അതായത് ഈ കൊല്ലം സ്വദേശിയായ വ്യാപാരിയുടെ ടേൺ ഓവർ കൂടുതലാണ്, അത് കൂടുതൽ ഇടപെടലും വിദേശത്താണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാരണങ്ങളൊക്കെ കാണിച്ച നേരത്തെ ED അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നത്. കൃത്യമായ ടേൺ ഓവർ കാണിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED വ്യാപാരിക്കെതിരെ ആരോപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 2 ലക്ഷം രൂപ തങ്ങൾക്ക് കൈമാറിയാൽ ഈ കാര്യം ഒതുക്കി തീർക്കുക, അതായത് ED-യുടെ ചോദ്യം ചെയ്യലിൽ നിന്നും മറ്റ് എൻക്വയറികളിൽ നിന്നും ഒഴിവാക്കാം എന്നുള്ള വാഗ്ദാനം നൽകി പണപ്പിരിവ് നടത്താൻ ശേഖർ കുമാറും സംഘവും ശ്രമിച്ചത് എന്നാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണ്. എന്തായാലും വിജിലൻസ് ED അസിസ്റ്റന്റ് ഡയറക്ടർ, അത് വലിയൊരു പോസ്റ്റിലുള്ള ആൾ, ED-യുടെ തലപ്പത്ത് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്, ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് തന്നെ ED-യുടെ വിശ്വാസ്യതയെ കൂടി ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. ഒരു കൈക്കൂലി കേസാണിത്. ആജ്ഞ, ഈ കേസുമായി ബന്ധപ്പെട്ട്, നിലവിൽ ഈ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? ഈ നിലവിലെ ആരോപണ വിധേയനായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപ്പട്ടികയിലുള്ള ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ED ഇതുവരെ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നമ്മൾ ED ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. അതായത് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലൊരു പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ED-യുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതേസമയം വിജിലൻസ് ഈ 1-ാം പ്രതിയായിട്ടുള്ള ശേഖർ കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്നെ കൊല്ലത്തെ ഈ വ്യാപാരിയുടെ പരാതിയുടെ, അതായത് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ അന്വേഷണം വേണം, അന്വേഷിക്കാനുള്ള സമയം വേണം. അത് ഇൻഫർമേഷൻ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ള സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്താനാകില്ല. ഞങ്ങൾക്ക് സമയം വേണം ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താനെന്നും കൂടിയാണ് വിജിലൻസ് SP ശശിധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്. അതായത് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അറസ്റ്റിലായവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും
മണിക്കൂറുകളിൽ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ED ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് വിജിലൻസ് കടന്നു കഴിഞ്ഞു. അയാളുടെ ട്രാൻസാക്ഷൻസ് ED പരിശോധിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളുടെ ട്രാൻസാക്ഷൻസ് വിജിലൻസ് പരിശോധിച്ചു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ശേഖർ കുമാറിനെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അയാൾക്കെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ, അതുപോലെ തന്നെ ഈ മറ്റാരോടെങ്കിലും, അതായത് EDയുടെ നിരവധി കേസുകളുണ്ട്, വലിയ സാമ്പത്തിക ഇടപാടുകൾ മേലുള്ള കേസുകളുണ്ട്. ഇത്തരം കേസുകളിലൊക്കെ ഈ തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കൈക്കൂലി, പണപ്പിരിവ് ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് കേട്ടോ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. കാരണം ഇവിടെ ഇങ്ങനെ ഏജന്റുമാരെ, അതായത് ഇടനിലക്കാരായി വെച്ച് കൈക്കൂലി ആവശ്യപ്പെട്ടുവെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു വ്യവസായിയോട് ആവശ്യപ്പെട്ടുവെങ്കിൽ ഇതിനു മുൻപും ഇതുപോലുള്ള കൈക്കൂലി ഇടപാടുകൾ ED ഓഫീസുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത്തരം പരാതികൾ മുൻപ് ഉയർന്നു വന്നിട്ടുണ്ടോ? ആ തലങ്ങളിലേക്കും വിജിലൻസിന് ഈ കൈക്കൂലി കേസിന്റെ അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? കേസുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൂടി വിജിലൻസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതേസമയം ഈ ടോം സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകൾ എന്ന് പറയുമ്പോൾ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കേസുകളിൽ തന്നെ 2024 ED ഈ വ്യാപാരിക്ക് സമൻസ് അയക്കുന്നത്. കശുവണ്ടി വ്യവസായിയാണ്. ഇതുമായി ബന്ധപ്പെട്ട അയാളുടെ ടേൺ ഓവർ, അതായത് കശുവണ്ടി സ്ഥാപനത്തിന്റെ ബിസിനസിനേക്കാൾ കൂടുതൽ ടേൺ ഓവർ ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്താണ് ഇയാളുടെ കൂടുതൽ ബിസിനസ്സുകൾ നടക്കുന്നതെന്ന് കാണിച്ചായിരുന്നു ED 2024 ആദ്യം ഇയാൾക്ക് സമൻസ് അയച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ മുൻപുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകളുടെ മുഴുവൻ രേഖകളും ഹാജരാക്കണമെന്ന് പറഞ്ഞായിരുന്നു ED അന്ന് ഈ പറയുന്ന വ്യാപാരിയെ തിരിച്ചയച്ചിരുന്നത്. അതിനുശേഷമാണ് EDയുടെ മുൻപാകെ ഹാജരാകുന്നത് ഒഴിവാക്കാനും, അതല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖ ഹാജരാക്കുന്നത് സംബന്ധിച്ചും തങ്ങൾ ഇടപെട്ടാൽ അക്കാര്യത്തിൽ ഇളവ് വാങ്ങിത്തരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൂടി കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ കേസിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലാരുടെ എണ്ണം 3 ആയിട്ടുണ്ട്. ഈ കൊച്ചിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കൊച്ചി സ്വദേശിയായിട്ടുള്ള ഒരു രഞ്ജിത്ത് വാര്യർ പിടിയിലായി എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇയാളുടെ പങ്കെന്താണ്? ഈ കൈക്കൂലി കേസിൽ ഈ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പങ്കെന്തായിരിക്കും? ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വിജിലൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിജിലൻസ് SP നമ്മളോട് രഞ്ജിത്ത് എന്ന് പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാളുടെ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ് എന്ന് തന്നെയാണ് ടോം സൂചിപ്പിച്ചതുപോലെ. ഇതുമായി സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED മുന്നോട്ട് വെച്ചിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ കള്ള രേഖകൾ ഉണ്ടാക്കി വ്യാപാരിയെ പറ്റിക്കലായിരിക്കാം ഇതുമായി ഈ ഏജന്റുമാരെ കയ്യിലെടുത്തതുപോലെ, അല്ലെങ്കിൽ ഏജന്റുമാരെ ഉപയോഗിച്ച ഈ കാര്യത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കിയതുപോലെ ഇയാൾ അത്തരത്തിലായിരിക്കാം ശേഖർ കുമാർ ഇക്കാര്യത്തിലും ചാർട്ടേഡ് അക്കൗണ്ടിനെ ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായി വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയാണ്. എന്തായാലും എന്തായിരുന്നു രഞ്ജിത്തിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നേയുള്ളൂ. വിജിലൻസ് SP ഇക്കാര്യത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ തുടരുകയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ശേഖറിന്റെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കൂടി ശേഖരിച്ചു വരികയാണ്. നേരത്തെ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആയിരുന്നു പരിശോധിച്ചിരുന്നത്. അതേസമയം ഡിജിറ്റൽ രേഖകൾ കൂടി, ഫോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യറിന് ഈ കേസിൽ എന്താണ് ബന്ധം? ഈ രഞ്ജിത്ത് വാര്യർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഈ ഇടനിലക്കാർക്ക്, ഏജന്റുമാർക്ക് ഈ കൊല്ലത്തെ വ്യവസായിയുടെ അഡ്രസ്സും മറ്റു വിവരങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കൈമാറിയത് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ ED ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ, ആ തലങ്ങളിലേക്കും വിജിലൻസിന്റെ അന്വേഷണം നീങ്ങേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും വിക്ടിം ബ്ലെയിമിംഗ് മാത്രമാണ്. ഇന്ന് മീഡിയാസ് എന്നോട് കുത്തി പല ഭാഗത്തുനിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല. എന്റെ നെഗറ്റീവ് വരും. ഞാൻ അപ്പോഴും പറയുന്നതാ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, എന്റെ സുഹൃത്തുക്കൾ എന്റെ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഈ ബാർ അസോസിയേഷനിലുള്ള
ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല. അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കളുണ്ട്. അവര് നിൽക്കെ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു കാര്യവും കേട്ട് എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി. എന്തൊക്കെ സ്റ്റോറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ, അതും ഞാൻ പറയുക, ഡിഫൻസ് എന്ത് വേണോ എടുക്കും, അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ഇത്രയും വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട്. അത് ഇപ്പോ എനിക്ക് മനസ്സിലായി, എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി. അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും. ഇതിൽ യാതൊരു തർക്കവും വേണ്ട. ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോ എനിക്കെതിരെ നടക്കുന്നത്, ഇത് എന്റെ കേസിനെ ഏത് വിധത്തിൽ ബാധിച്ചു എന്ന് പറഞ്ഞാലും, പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന്. പക്ഷേ ഇതിപ്പോ ഞാൻ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്ത് അടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം. ഞാൻ വീണ്ടും പറയാണ്, എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല. പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല, ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത്. ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് അറിയിക്കും. പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം. ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല, കേരള ജനതയാണ് എന്റെ കൂടെ നിൽക്കുന്നത്. അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്നത് എന്നുള്ള കാര്യം അവരറിയട്ടെ. അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ്. അതിലിനിയിപ്പോ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ്. എനിക്കെതിരെ കേസ് എടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസെടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. വഞ്ചിയൂർ കോടതിയിൽ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ അഭിഭാഷക ശാമിലിയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഭൂരിപക്ഷം അഭിഭാഷകരും തനിക്കൊപ്പം നിന്നില്ലെന്നാണ് ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നത്. ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യമെന്തെന്ന് അറിയാതെ തനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. തന്റെ കാലുകൾ കൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം. സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായതായും കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ശാമിലി വിശദീകരിക്കുന്നുണ്ട്. അഭിഭാഷകരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ശാമിലിയുടെ പ്രതികരണം. വിവരങ്ങളുമായി BB അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാം ഈ കേസിൽ തുടക്കം മുതൽ തന്നെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇയാൾക്ക് ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു, പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞെങ്കിൽ പോലും ഈ അഭിഭാഷകർ, പ്രത്യേകിച്ച് മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ ഇരയ്ക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന, വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. എന്താണ് ശാമിലി പറഞ്ഞു വെക്കുന്നത്? അഭിഭാഷകർ വലിയൊരു വിഭാഗം ഇപ്പോഴും വക്കീലിനെ ബേലിൻദാസിനെ, മുതിർന്ന അഭിഭാഷകൻ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിനെ പിന്തുണയ്ക്കുന്നവരാണ്. അതവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ബാർ അസോസിയേഷൻ യോഗം ചേരുമ്പോഴും ഒക്കെ അതുതന്നെയാണ് ഉണ്ടായത്. ശാമിലിയുടെ ഭാഗത്താണ് പ്രകോപനം ഉണ്ടായത്. പരമാവധി സംയമനം പാലിച്ചിരുന്നു ബേലിൻദാസ്. പക്ഷേ എല്ലാ പരിധികളും മറികടന്ന് മുന്നോട്ട് പോകുമ്പോൾ പ്രതികരിച്ചു പോയതാണ് എന്ന ന്യായവാദങ്ങളാണ് ശാമിലിക്കെതിരായി ബേലിൻദാസിന് അനുകൂലമായും അഭിഭാഷകരുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ അവരുടെ യോഗങ്ങളിലുമൊക്കെ അവരുടെ ഫോറങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നത്. കോടതിയിൽ ബേലിൻദാസിന് അഭിഭാഷകൻ വാദിച്ചതും അതുതന്നെയാണ്. പരമാവധി സംയമനം പാലിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശാമിലിയാണ് ബേലിൻദാസിനെ ആക്രമിച്ചത്. ചെവിയിൽ അടിച്ചു, കേൾവിശക്തിക്ക് തകരാറുണ്ടാക്കി, കണ്ണട തകർത്തു, മുഖത്ത് പുരികത്ത് നഖം കൊണ്ടേറ്റ പാടുണ്ട്. അങ്ങനെ വലിയ ആക്രമണം
അയാൾക്കെതിരെ ഉണ്ടായി, അതുകൊണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇത്തരം സംഭവം ഉണ്ടായെന്നൊരു വിശദീകരണമാണ് ഇയാളുടെ അഭിഭാഷകൻ നൽകിയത്. ഇയാളുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായ വിമർശനം ഷാമിലിക്കെതിരെ ഉയർന്നു. ഷാമിലിയുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മുതിർന്ന അഭിഭാഷകരുടെയും അതുപോലെ സ്ത്രീകൾ അടക്കമുള്ള അഭിഭാഷകരുടെയും ഭാഗത്തു നിന്നുണ്ടായി. അതാണ് അവരെ ഇങ്ങനെ വേദനിപ്പിച്ചത്. അതിൻ്റെ പ്രതികരണമാണ് അവരുടെ ഈ വാക്കുകളിൽ നമ്മൾ കേട്ടത്. ഈ കേസിൽ ഷാമിലിക്ക് ആദ്യഘട്ടത്തിൽ മുതൽ ഷാമിലിക്കെതിരായ അല്ലെങ്കിൽ ബേരിൻദാസ് അനുകൂലമായ നീക്കം അഭിഭാഷകരുടെ വലിയൊരു വിഭാഗം നടത്തിയിരുന്നു. ചുരുക്കം ചില അഭിഭാഷകർ ഷാമിലിക്ക് വേണ്ടി നിലകൊണ്ടു എന്നത് വിസ്മരിക്കാനാകില്ല. പക്ഷേ അയാളെ സംരക്ഷിക്കാൻ, അയാളുടെ ഭാഗമാണ് ശരിയെന്ന് വരുത്തിയെടുക്കാൻ വലിയ ശ്രമങ്ങൾ ഉണ്ടായി എന്നത് വസ്തുതയാണ്. ഇപ്പോൾ കോടതി അല്പസമയത്തിനകം ഇയാളുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയും. വിശദമായ വാദമാണ് ഇന്ന് JMC കോടതി 12-ൽ നടന്നത്. ഇരുഭാഗവും തങ്ങളുടെ വാദങ്ങൾ നിരത്തി. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. ഇരയുടെ രഹസ്യമൊഴി എടുത്തിട്ടില്ല. വലിയ സ്വാധീനമുള്ളയാളാണ്, നിയമമറിയാവുന്നയാളാണ് ബേരിൻദാസ്. അയാൾ ജാമ്യം നേടി പുറത്തു വന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ട്. അയാളുടെ ഓഫീസിലാണ് ഈ അതിക്രമം ഉണ്ടായത്. അവിടുത്തെ ആളുകളെ സ്വാധീനിക്കും. ഈ ഇരയെപ്പോലും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കേസ് അട്ടിമറിക്കും. അവരുടെ രഹസ്യമൊഴി എടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ്. അത് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരം കേസുകളിൽ മുൻകൂർ ജാമ്യം നേരത്തെ നൽകിയിട്ടുണ്ട് എന്ന് പല സുപ്രീം കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് അഭിഭാഷകർ, ഇയാളുടെ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ വാദിച്ചു. പ്രതിക്ക് ലൈംഗിക ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് കോടതി പറഞ്ഞത് അവരുടെ അനുമതിയില്ലാതെ അവരുടെ ശരീരം തൊട്ടു, അത് ശരിയായില്ല. അപ്പോഴാണ് പ്രതിഭാഗ അഭിഭാഷകൻ അങ്ങനെ ലൈംഗിക ഉദ്ദേശത്തോടുള്ള നീക്കമായിരുന്നില്ല ഉണ്ടായെന്ന് വാദിച്ചത്. ഷാമിലി ബേരിൻദാസിനെ ആക്രമിക്കുകയായിരുന്നു എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ആരോപണം. അതുകൊണ്ട് ജാമ്യം അനുവദിക്കണം. ഇതെല്ലാം കേട്ട ശേഷമാണ് ഒരു ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ടത് സീനിയർ അഭിഭാഷകരുടെ ഉത്തരവാദിത്തമാണെന്ന് കോടതി നിരീക്ഷിച്ചത്. കാര്യങ്ങൾ പഠിച്ച ശേഷം വിധി പറയാം എന്ന് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് നടന്ന വാദം വൈകിട്ടത്തേക്ക് മാറ്റുകയായിരുന്നു കോടതി. അരുൺ, ഈ കേസിൽ അങ്ങനെ ഈ അഡ്വക്കേറ്റ് ഷാമിലി ഉന്നയിക്കുന്നത് പോലെ, ആരോപണം ഉന്നയിക്കുന്ന പോലെ അവർ ഒറ്റപ്പെടുന്നൊരു സാഹചര്യമുണ്ടോ? സീനിയർ അഭിഭാഷകരൊക്കെ ഈ ഷാമിലിക്കെതിരായ നിലപാട് സ്വീകരിക്കുകയാണോ? എന്താണ് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ? അതിൽ വലിയൊരു വസ്തുതയുണ്ട്. കാരണം ഈ കേസ് ഉണ്ടായ സമയത്ത് തന്നെ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവരാണ്. അവർ പോലീസ് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ ആദ്യ മണിക്കൂറുകൾ തന്നെ പ്രതിയുടെ അറസ്റ്റ് ഉണ്ടായേനെ. പക്ഷേ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അഭിഭാഷകരുടെ ഇടപെടലുണ്ടായി. അതിനുശേഷം ബാർ അസോസിയേഷൻ യോഗത്തിൽ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂട്ടായ്മകളിലൊക്കെ ഷാമിലിക്കെതിരായ പ്രചരണമാണ് ഉണ്ടായത്. ഷാമിലിയാണ് ഇയാളെ ആക്രമിച്ചത്. അതിക്രമം അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെന്ന വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെ ആ വാദം മുന്നോട്ട് വച്ചു. വനിതാ അഭിഭാഷകരടക്കം ആ നിലപാടെടുത്തു. ബാർ അസോസിയേഷൻ യോഗത്തിലാകട്ടെ ഇയാളുടെ ഓഫീസിലുള്ള ചില അഭിഭാഷകർ പോലും ഷാമിലിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടരെ ഇവർക്കെതിരായ ഓരോ കഥകൾ ഷാമിലി പറയുന്നത് പോലെ നമ്മൾ വിശ്വസിക്കാമെങ്കിൽ വലിയ കഥകൾ വന്നു. അവർ ഒരു ഘട്ടത്തിൽ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മുഖത്ത് സ്വയം തൊഴിച്ചു എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ പ്രചരണങ്ങൾ. അത്രയധികം പ്രചരണം തനിക്കെതിരെ ഉണ്ടാകുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. ഈ ആദ്യ ദിവസങ്ങളിൽ ഷാമിലിക്കൊപ്പം പോലീസ് സ്റ്റേഷനിലും ജനറൽ ആശുപത്രിയിലുമൊക്കെ വന്ന ചില അഭിഭാഷകർ അടുത്ത ദിവസം നമ്മൾ അവരെ കണ്ടത്. ബേരിൻദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അയാളെ കാണാനും അയാളെ ആശ്വസിപ്പിക്കാനുമായി വഞ്ചൂർ സ്റ്റേഷനിൽ വന്നതാണ്. കോടതിയിൽ ഹാജരായത് കോൺഗ്രസ് ആഭിമുഖ്യമുള്ള ഒരു അഭിഭാഷകനാണ്. ഇയാളുടെ രാഷ്ട്രീയമൊക്കെ പലതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏതായാലും അത്തരത്തിൽ അഭിഭാഷകരിൽ വലിയൊരു വിഭാഗം ഷാമിലിക്ക് നൽകുന്ന പിന്തുണയ്ക്ക് കൂടുതലായി പിന്തുണ നൽകിയത് ബേരിൻദാസിന് തന്നെയാണ്. അതാണ് ഷാമിലി ഇത്തരമൊരു സന്ദേശമിടാൻ പ്രേരിപ്പിച്ചതെന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ സന്ദേശം വന്ന ശേഷം അഭിഭാഷകരുടെ ഗ്രൂപ്പുകളിൽ ഇത്തരം ചർച്ചകൾ വിലക്കിക്കൊണ്ട് ബാർ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ്. അധികം ചർച്ചകൾ ആരും നടത്തരുത്. ചില ഗ്രൂപ്പുകളൊക്കെ അഡ്മിനുള്ളിയായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടുപേരെ അനുകൂലിച്ചുള്ള പ്രതികരണം ഇനി വേണ്ട. പ്രത്യേകിച്ചും ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടതിന് ശേഷം അത്തരം ചർച്ചകൾ വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബാർ അസോസിയേഷൻ അഭിഭാഷകരുടെ സംഘടനകളുമൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം വിധി ഉണ്ടാകും. ബേരിൻദാസിന് ജാമ്യം നൽകുകയാണോ അല്ലെങ്കിൽ അയാൾ വീണ്ടും ജയിലിൽ തുടരുകയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. ഇയാളുടെ ഇന്നലെ ഹർജി പരിഗണിച്ചിരുന്ന കോടതി ഇന്ന് 3 ദിവസത്തേക്ക് അവധിയാണ്. അതുകൊണ്ടാണ് ആ ഹർജി മറ്റൊരു ബെഞ്ചിലേക്ക് മാറിയത്. അതിൻ്റെ വിധിയാണ് അല്പസമയത്തിനകം വരാൻ പോകുന്നത്.
വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഒരു വനിതാ അഭിഭാഷക നിലയിൽ സ്ത്രീക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് ആവശ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ആ ജാമ്യം അനുവദിക്കണം, തനിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പ്രതിരോധിച്ചതാണ് തുടങ്ങിയ ന്യായങ്ങളാണ് ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചത്. പക്ഷേ എന്തായാലും ഒരു അഭിഭാഷകയ്ക്കാണ് ഈ നാട്ടിൽ ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായതെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് സ്ത്രീകളുടെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കും. ഇതുപോലെ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടും സ്വീകരിക്കേണ്ടത്. തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് കുത്തേറ്റ സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സ്വകാര്യ ബസ് ഡ്രൈവർ ബിനോയ്ക്കാണ് കുത്തേറ്റത്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് സംഭവം. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഫോർട്ട് പോലീസ് പിടികൂടി. ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കുത്തേറ്റ ബിനോയിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമി ബസ്സിനുള്ളിലേക്ക് കയറുന്നു. കണ്ടക്ടറുടെ മുഖത്തിന്, കണ്ണിനുൾപ്പെടെ തുടർച്ചയായി കുത്തുന്നുണ്ട്. എന്താണ് ഈ പ്രകോപന കാരണം? എന്ത് മുൻവൈരാഗ്യമാണോ അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമാണോ അക്രമത്തിന് കാരണമായത്? ടോം, ഇവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇത്തരമൊരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രണ്ടുപേരും ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ്. ഈ കുത്തിയ ബാബുരാജ് മറ്റൊരു ബസ്സിലെ തൊഴിലാളിയാണ്, ഡ്രൈവറാണ്. ബിനോയുമായി നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ പേരിൽ ബസ്സിനുള്ളിലേക്ക് കയറുകയും കണ്ടക്ടർ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ബിനോയിയെ കുത്തുകയുമായിരുന്നു. തുടരെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെ ഈ സംഭവം നടക്കുമ്പോൾ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രൈവർ, ബിനോയുടെ ബസ്സിലെ ഡ്രൈവർ അവിടേക്ക് എത്തുന്നുണ്ട്. ആ സീറ്റിൽ നിന്ന് ഓടി കണ്ടക്ടർ സീറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അക്രമി കത്തി കാട്ടി അയാളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ രണ്ടുപേരെയും, ബസ്സിനുള്ളിൽ ഒരു യാത്രക്കാരനാണുള്ളത്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു യാത്രക്കാരൻ മാത്രമാണ്. ആ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ആ ബസ് അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവർ ഇതിനടുത്തേക്ക് ഓടിയെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ബാബുരാജ് ഡ്രൈവറെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ തരത്തിൽ പകൽ സമയത്താണ്, പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത്. ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കം അതിങ്ങനെ ഈ കത്തിക്കുത്തിൽ കലാശിച്ചു. ആ കാര്യമാണ് പോലീസ് പറയുന്നത്. പിന്നീട് ബാബുരാജ് ഈ സംഭവം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഫോർട്ട് CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടുന്നത്. പ്രതിക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം അത് ഇങ്ങനെ ഒരു അക്രമത്തിൽ കലാശിച്ചു എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ടോം, അങ്ങനെ നമുക്കറിയാം വിനോദ്, പൊതുവെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ അവർ ഈ മത്സര ഓട്ടത്തെ തുടർന്ന് തർക്കങ്ങളും പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാണോ ഇതിന് കാരണം, അതോ ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നം അത് അക്രമത്തിൽ കലാശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ ഈ ബസ് ജീവനക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് ഈ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ എന്ന വിവരമാണ് വരുന്നത്. ഏതായിരുന്നാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു നിലയിലല്ല. പ്രതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുക. ബിനോയിൽ നിന്ന് മൊഴിയെടുക്കാനും പറ്റാത്ത സാഹചര്യമാണ്. കഴുത്തിനാണ് കുത്തേറ്റത്. ഒന്നിൽ കൂടുതൽ തവണ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇത് പട്ടാപ്പകലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്.
ടോം പറഞ്ഞതുപോലെ തന്നെ ഈ മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ പലവിധ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരെ സമയക്രമവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാകുകയും ഈ ബസ്സുകൾ പരസ്പരം കൊണ്ട് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. പലപ്പോഴും ഈ മത്സര ഓട്ടം സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവർക്കിടയിലെ ഈ കിടമത്സരമാണ് പലപ്പോഴും അപകടങ്ങൾക്കും ഇവർക്കിടയിലെ തന്നെ സംഘർഷങ്ങൾക്കും കാരണമാകുന്നത്. അത്തരമൊരു സംഘർഷം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് വിനോയിയെ കുത്തുന്നത്. വിനോയ് ഈ സീറ്റിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നു പോലുമില്ല. ആ ബസ്സിലേക്ക് പിറകിലത്തെ വാതിൽ വഴിയാണ് കയറുന്നത്. തൊട്ട് മുന്നിലെ കണ്ടക്ടർ സീറ്റിൽ വിനോയ് ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങനെ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിക്കുന്നില്ല. കഴുത്തിനടുത്തേക്ക് ചെന്ന് വളരെ പെട്ടെന്ന് കഴുത്തിലേക്ക് കുത്തുകയാണ്. അത് ഒരു തവണയല്ല പല തവണ ഈ കത്തി ഊരി കുത്തുന്നുണ്ട്. നിലവിളി കേട്ടാണ് ഡ്രൈവർ ഇത് ശ്രദ്ധിക്കുന്നതും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡ്രൈവർ ഓടി ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. പക്ഷേ ഡ്രൈവറെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പരിസരത്തുണ്ടായിരുന്ന പലരും ഇത് കണ്ടെങ്കിലും അക്രമിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരും അടുത്തേക്ക് വരാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവർ ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ സംഭവം ഫോർട്ട് പോലീസ് അറിയുകയും CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കേട്ടോ വ്യക്തമാണ്. VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ചെറിയ തർക്കത്തെ തുടർന്ന് ബസ് കണ്ടക്ടറെ അക്രമി ക്രൂരമായി ആക്രമിച്ചത്. കണ്ണിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്ത് മുക്കുപണ്ടം പണയം വെച്ച ശേഷം മരിച്ചെന്ന് സ്വയം വാർത്ത നൽകി പിന്നീട് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതി പിടിയിൽ. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി സജീവിനെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 കേസിലാണ് ഗാന്ധിനഗർ പോലീസിന്റെ നടപടി. ഈ വാർത്തയിലേക്ക് വരാൻ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് യുവ വനിതാ അഭിഭാഷകയെ ആക്രമിച്ച കേസിൽ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യം കോടതി അനുവദിച്ചില്ല എന്ന വാർത്ത വരുന്നുണ്ട്. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അതായത് ഈ പ്രതിക്ക് ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്, ജാമ്യം അനുവദിക്കരുതെന്ന്. എന്താണ് കോടതി ഈ കേസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? അല്പസമയം മുമ്പാണ് ജാമ്യ ഹർജിയിൽ തീരുമാനം വന്നത്. വിധി പറഞ്ഞില്ല. വിധി പറയുന്ന തിങ്കളാഴ്ചയിലേക്ക് മാറ്റുകയായിരുന്നു കോടതി. JMC 12 കോടതി ചെയ്തത്. തിങ്കളാഴ്ച വിധി പറയാം എന്ന് പറഞ്ഞാണ് ഈ കേസ് മാറ്റിയത്. വാദം പൂർത്തിയായിരുന്നു നേരത്തെ. പക്ഷേ വിധി ജാമ്യം തള്ളുകയോ അല്ലെങ്കിൽ വിധി പറയുകയോ ചെയ്യാതെ മാറ്റുകയായിരുന്നു. വിധി തള്ളുന്നതിന് ജാമ്യ ഹർജി തള്ളുന്നതിന് പകരം തിങ്കളാഴ്ചത്തേക്ക് മാറ്റും. ഫലത്തിൽ ഇയാൾക്ക് ജാമ്യമില്ല. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ചയാണ്. 2 ദിവസം കൂടി ഇയാൾ ജയിലിൽ തുടരേണ്ടി വരും. നാളെ കോടതി അവധിയാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത്. അതായത് 3 ദിവസം ഇയാൾ കുറഞ്ഞത് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ കോടതിയിൽ ഇയാളുടെ റിമാൻഡ് റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകണമെന്ന ആവശ്യം ഇയാളുടെ അഭിഭാഷകൻ പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വച്ചിരുന്നു. അത് പരിഗണിക്കാതെയാണ് നാളെ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും ഇന്ന് വിശദമായി വാദം കേട്ട ശേഷവും ജാമ്യം നൽകാൻ കോടതി തയ്യാറാകുന്നില്ല. അപേക്ഷ തള്ളുകയല്ല ചെയ്തത്. തിങ്കളാഴ്ച വിധി പറയാം, തിങ്കളാഴ്ച ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനം തിങ്കളാഴ്ചയാണ്. ഫലത്തിൽ ഇന്നും നാളെ ഒരു മുഴുവൻ ദിവസവും കൂടി ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. തിങ്കളാഴ്ച 11 മണിയോട് കൂടിയാകും ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അതുവരെ ഈ ബെയിലിൻ ദാസ് എന്ന സീനിയർ അഭിഭാഷകൻ തൻ്റെ ജൂനിയർ അഭിഭാഷകയെ മുഖത്ത് അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ച അഭിഭാഷകൻ ജയിലിൽ തുടരേണ്ടി വരും. തിരുവനന്തപുരം സബ് ജയിലിൽ തുടരേണ്ടി വരും. ജാമ്യം വൈകുകയാണ്, അല്ലെങ്കിൽ ജാമ്യം ഇന്ന് അയാൾക്ക് നൽകുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഇയാളുടെ ജാമ്യാപേക്ഷ വിശദമായ വാദമാണ് നടന്നത്. സുപ്രീം കോടതി വിധികൾ കൂടി ഉദ്ധരിച്ചുകൊണ്ട് സമാനമായ കേസുകളിൽ നേരത്തെ കോടതികൾ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യം തന്നെ കോടതികൾ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ കക്ഷിക്ക്, ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കണം. ഇതായിരുന്നു അഭിഭാഷകൻ ദിലീപ് സത്യൻ ഇയാൾക്ക് വേണ്ടി വാദിച്ചത്, ബെയിലിൻ ദാസിന് വേണ്ടി വാദിച്ചത്. പക്ഷേ കോടതി ചില നിരീക്ഷണങ്ങൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു. പ്രധാനമായും ഒരു ജൂനിയർ അഭിഭാഷകയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് സീനിയർ അഭിഭാഷകനുള്ളത്. ഇവിടെ അതല്ല ഉണ്ടായത്. അവരെ മർദ്ദിച്ചിരിക്കുന്നു, അവരുടെ ശരീരത്തിൽ ഇയാൾ കൈവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ ശരീരത്തെ തൊടാൻ പാടില്ല, അത് ശരിയായില്ല നിരീക്ഷണം കോടതി ഈ
ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ നടത്തിയിരുന്നു. അതിനൊടുവിൽ ഇയാളുടെ അഭിഭാഷകൻ വിശദീകരിച്ചത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല അവരുടെ ശരീരത്തിൽ സ്പർശിച്ചത് എന്ന് പറഞ്ഞു. അയാളെ പരമാവധി പ്രൊവോക്ക് ചെയ്തു, പ്രകോപിപ്പിച്ചു, മർദ്ദിച്ചു, ചെവിയിൽ അടിച്ചു, കേൾവിശക്തിക്ക് തകരാറുണ്ടാക്കി, മുഖത്ത് പുരികത്ത് നഖ കൊണ്ട് പാടുണ്ട്, കണ്ണട തകർത്തു തുടങ്ങി ബേലിൻദാസിനെ ഷാമിലി ആക്രമിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ വിമർശനമാണ്, ആരോപണമാണ് പ്രതിഭാഗം അഭിഭാഷകൻ മുന്നോട്ട് വച്ചത്. ഏതായാലും അതെല്ലാം കേട്ട ശേഷം കോടതി പ്രോസിക്യൂഷന്റെ വാദം കൂടി കേട്ടു. പ്രതി സ്വാധീനമുള്ളയാളാണ്, വലിയ നിയമപരിജ്ഞാനമുള്ളയാളാണ്. അയാൾക്ക് ജാമ്യം നൽകിയാൽ അയാൾ സാക്ഷികളെ സ്വാധീനിക്കും. അയാളുടെ ഓഫീസിലുള്ളവരാണ് ഉള്ളയാളാണ് ഈ വാദി എന്ന് പറയുന്നത്, ഇരയെന്ന് പറയുന്നത്. അവിടെ മറ്റു ചില അഭിഭാഷകർ കൂടിയുണ്ട്. അവരെല്ലാം ഈ സാക്ഷികളാണ്. അവരെല്ലാം സ്വാധീനിച്ച് ഇയാൾ രക്ഷപ്പെടുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി സ്വാഭാവികമായും ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് ജാമ്യം നൽകാതെ മാറ്റിവച്ചിരിക്കുന്നത്. വിധി പറയാനായി മാറ്റുന്നു. ഫലത്തിൽ ഇയാൾ 2 ദിവസം കൂടിയെങ്കിലും ജയിലിൽ തുടരേണ്ടി വരും. ടോം, വ്യക്തമാണ്. ഇരയുടെ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതിയുടെ ജാമ്യം നിലവിൽ നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഈ കേസിൽ അഡ്വക്കേറ്റ് ബെയിലിൻദാസിന്റെ ജാമ്യാപേക്ഷയിന്മേൽ തിങ്കളാഴ്ച കോടതി വിധി പറയും. ഇതിൽ ഇരയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യം, പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്, നിയമം അറിയാവുന്ന വ്യക്തിയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും നടത്തും. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നാണ് അഭിഭാഷകൻ, അഡ്വക്കേറ്റ് ഷാമിലിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ വാദിച്ചത്. കോട്ടയത്ത് മുക്കുവണ്ടം പണയം വെച്ച ശേഷം മരിച്ചെന്ന് സ്വയം വാർത്ത നൽകിയാൽ പിടിയിലായ വാർത്തയിലേക്കാണ് ഇനി. കോട്ടയം കുമാരനെല്ലൂർ സ്വദേശി സജീവനെയാണ് ഗാന്ധിനഗർ പോലീസ് പിടികൂടിയത്. 2024 കേസിലാണ് പോലീസിന്റെ നടപടി. കോട്ടയം കുമാരനെല്ലൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 4 തവണയായി സ്വർണം പണയം വെച്ച് 4,39,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. ഒരു വീട് ഒറ്റയ്ക്ക് തന്നെ, ഒറ്റയ്ക്ക് വേറെ 5 ലക്ഷം രൂപ എന്നോട് മേടിച്ചിട്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ. 11 മാസം എഗ്രിമെന്റ് എഴുതി, എഗ്രിമെന്റ് എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ അവൻ കാണിച്ചത് ആധാരം കള്ളയാധാരമായിരുന്നു. നിലവിൽ അത് ലോണുള്ള വീടായിരുന്നു. ഭയങ്കരമായിട്ട് 12 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവനെ എഗ്രിമെന്റ് പുതുക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ മുങ്ങി. ഞങ്ങളാണ് പോലീസിൽ പരാതി കൊടുത്തത്. കൊടുത്തിട്ട് പോലീസുകാർ ആ കേസ് അന്വേഷിക്കത്തില്ല. തിരിച്ച് ഞങ്ങൾ കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുക. ഇപ്പം നിലവിൽ ഇപ്പം പിന്നെ ഇവനെ കാണുന്നത് ഇപ്പോൾ ഇവിടെ വെച്ചാൽ ഞങ്ങളുടെ 6 ലക്ഷം രൂപ വീട് എഗ്രിമെന്റ് ഒറ്റയ്ക്ക് വീടെടുത്തായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഇപ്പം ഇതെടുക്കുന്ന ഇപ്പോഴും ഡയറക്റ്റ് കോടതിയിൽ നടന്നുണ്ട്, കേസ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അത്രയാണ് ഞങ്ങളുടെ ഒറ്റാധാരം വെച്ചിട്ടാണ് ചെയ്തത്. ഈ പുള്ളി അന്ന് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇവിടെ ഇല്ല. പുള്ളി ചെന്നൈയിലാണെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ കൂടിയായിരുന്നു എന്നോട് സംസാരിച്ച്. അതിനുശേഷം നാട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ട് പിന്നെ പുള്ളി ഒട്ടില്ല. ഞങ്ങളൊരു 1 വർഷത്തോളം കണ്ടിന്യൂസ്ലി താമസിച്ചുകൊണ്ട് പോകുമായിരുന്നു. പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ബാങ്കിൽ കൊണ്ട് ഫെഡറൽ ബാങ്കുകാരാണ് ഒട്ടിച്ചിട്ട് പോയി. പിന്നെ അതിൻ്റെ പുറകെ നമ്മളെ നല്ല രീതിയിൽ തന്നെ അതിന് പൈസ ഇറക്കിയിട്ടുണ്ട്. പൈസ ഇറക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. റിക്കവറിയുടെ പിന്നെ ലാസ്റ്റ് നമ്മൾ കളക്ടറെ കണ്ടു. 2 ആഴ്ച ഗ്യാപ്പോൺ എടുത്തിട്ടാണ് നമ്മൾ പിന്നെ പെട്ടെന്ന് മാറിയൊക്കെ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ജി ശ്രീജിത്ത് ചേർന്നു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? 2023 ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ 2 പരാതികൾ കേട്ടത് അത് മറ്റൊരു തരത്തിലുള്ള ഇയാളുടെ തുടർ തട്ടിപ്പുകളാണ്. അതായത് ഇയാൾ വീട് ഒറ്റയ്ക്കെടുത്ത ശേഷം തട്ടിപ്പ് നടത്തുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളാണുള്ളത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇയാൾ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയപ്പെടുത്തുന്നു. അതിനുശേഷം ഏതാണ്ട് 4,39,000 രൂപ പണയപ്പെടുത്തിയ ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് മുങ്ങുന്നു. അതിനുശേഷം പത്രത്തിൽ പരസ്യം കൊടുക്കുകയാണ്. ഇയാൾ തന്നെ പരസ്യം കൊടുക്കുകയാണ് ഇയാൾ മരിച്ചു എന്നുള്ള നിലയിൽ. അത് നാട്ടിലടക്കം ഫ്ലക്സ് ബോർഡുകളടക്കം ഇയാളുടെ വെച്ചിട്ടുണ്ടായിരുന്നു അക്കാലത്തെന്നാണ് പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഇയാളെ പല തവണ ഇയാൾ മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്നില്ല. പല ശ്രമങ്ങളും പിന്നീട് പോലീസ് നടത്തി. ഇയാളൊരു തട്ടിപ്പുകാരനായതുകൊണ്ട് തന്നെ ഇയാൾ ആധാർ ഉപയോഗിച്ച് മറ്റൊരു ഫോൺ നമ്പർ ഇയാളുടെ എടുത്തതായി പോലീസ് കണ്ടെത്തി. ഇയാളുടെ ഭാര്യയുടെ ഫോൺ നമ്പറിലേക്ക് ഇതിൽ നിന്ന് കോൾ വന്നു. ഇതാണ് സംഭവത്തിൽ നിർണായകമായത്. ഇയാൾ അവിടെ ചെന്നൈയിൽ വാഹനവും മറ്റും ഓടിക്കുന്ന ഡ്രൈവറായി ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു. എന്തായാലും കൊടൈക്കനാലിൽ വെച്ചാണ് ഏറ്റവും ഒടുവിൽ ഇയാളെ ഗാന്ധിനഗർ പോലീസ് പിടികൂടിയിരിക്കുന്നത്.
വ്യക്തമാണ്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു വർഷത്തിന് ശേഷമാണ് ഈ കേസിലെ പ്രതിയെ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തി പിന്നീട് സ്വയം താൻ മരിച്ചു എന്ന് വാർത്ത നൽകിയ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.